ഗ്രാഫിക് ഡിസൈനർ ആവാൻ അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങൾ ഇഫ് യു ആർ എ ബിഗിനർ. ഐ ആം അരോൺ. വെൽക്കം ടു Design.TwinSkills. അപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈനിങ്ങിലോട്ട് കയറിയതേ ഉള്ളൂ, അല്ലെങ്കിൽ സ്വയം പഠിക്കാനായിട്ട് ഗ്രാഫിക് ഡിസൈനിനെ കുറിച്ച് സ്വയം പഠിക്കാനായിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിലൊരു ബിഗിനറാണ്, അപ്പോൾ ഒട്ടും അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് ചില കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. വേർഡ്സ് ആൻഡ് ടേംസ് യു ഷുഡ് നോ അബൌട്ട് ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള കാര്യമാണ്. ഇത് നമ്മുടെ canva.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഗ്രാഫിക് ഡിസൈനർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ സംഭവങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം പുതുതായിട്ടൊരു ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒരാളുടെ അണ്ടറിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പം നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസ് ഡിസൈനർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാൻ നേരത്ത് നമ്മൾ ചില ടേംസുകളൊക്കെ പറയേണ്ടി വരും എല്ലാം കാണിയാടും. അപ്പോൾ ആ ഒരു ടേംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ പൊതുവേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ്ട് ആവശ്യം പോലെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആ ഒരു വേർഡ്, ആ ഒരു ടെർമിനോളജിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 50 വേർഡ്സ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാത്തിലൂടെയും ഗോ ത്രൂ ചെയ്ത് നോക്കുക. കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പം പിന്നീട് നിങ്ങൾ ഓരോരോ ട്യൂട്ടോറിയൽസ് കാണാൻ നേരത്ത് നിങ്ങൾക്കൊരു ശരിയാ ഈ സംഭവം അവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഒരു സംഭവം വരും. എന്നിട്ട് ഈ ഒരു പേജ് വേണമെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്തിട്ട് തരാം. അപ്പം ഏതെങ്കിലും ഒരു ക്ലയൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ടേം ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ഇവിടെ ഒന്ന് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് അതേ കണക്കെടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് പറയാണ്, എൻ്റെ ലോഗോ എനിക്ക് സാൻസ് സെരിഫ് ടൈപ്പ് ഫേസിലാണ് വേണ്ടത് എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാൻസ് സെരിഫ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. സാൻസ് സെരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം ഉറപ്പായിട്ടും ഈ ആർട്ടിക്കിൾ ഈസ് എ മസ്റ്റ്. നമ്പർ 2, റിസർച്ച് ദ ഷാർക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള സ്രാവിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നുള്ളതല്ല. ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ മേഖലയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ടോപ്പ് 25 ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള പേരുകളൊക്കെ നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെച്ചിട്ട് ഇവരെ കുറിച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക. ആരാണ് പീറ്റർ സാവില്ലി എന്തിനു വേണമെങ്കിലും പറയാം കേട്ടോ. ഫ്രഞ്ച് നെയിം കണ്ടാണെന്ന് തോന്നും, ഐ ഡോണ്ട് നോ. അപ്പോൾ ആരാണ് ഇയാളെ കുറിച്ച് പഠിക്കുക. ഇയാൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിരിക്കുന്നത്, അയാളുടെ ഒരു വർക്ക് സ്റ്റൈല്, അയാൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ, അയാൾ ചെയ്തിരിക്കുന്ന പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ലോഗോ ഡിസൈനിങ്, അങ്ങനെ എല്ലാം റിസർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലല്ല ഗൂഗിളിലേക്ക് നേരെ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ലോഗോ കണ്ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഊബറിൻ്റെ ലോഗോ ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക, ഹൂ ഡിസൈൻഡ് ഊബർ ലോഗോ എന്ന് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരാളുടെ പേര് കിട്ടും, വുൾഫ് ഓലിൻസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളെക്കുറിച്ച് സെർച്ച് ചെയ്യുക, അയാൾ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യം, ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. അപ്പം ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു കുറേ ഇൻപുട്ടുകൾ കിട്ടും, അല്ലേ, കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പം ഈ ഓരോ സ്റ്റെപ്പിനും മിനിമം ഒരു 1-2 ദിവസം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അതായത് 50 ഡിസൈൻ വേർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് നല്ലോണം വായിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും റിസർച്ച് ചെയ്യുക. അങ്ങനെ ഒരു 2-3 ദിവസം അതിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് കണക്ക് തന്നെ ഇതിനകത്തും ഓരോ ആൾക്കാരുടെ പ്രൊഫൈലിലൊക്കെ പോയി നോക്കിയിട്ട് ആളെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അയാൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. ശരിക്കും ഓരോ ടോപ്പിക്കിനും നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇന്നങ്ങാട് ചാടി ഇറങ്ങിയിട്ട് നാളെ ഗ്രാഫിക് ഡിസൈനർ ആവാൻ പറ്റൂല. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ്. എന്തിനാണ്? റിസർച്ച് ദ ഷാർക്സ്. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ദ ഡിസൈൻ. അതെ, ഇതെന്തോടോ ഇയാൾ ആൾറെഡി കോപ്പി ചെയ്യാനാണല്ലോ പറയുന്നത്, മറ്റുള്ള ആൾക്കാരുടെ വർക്ക് കോപ്പി ചെയ്യാനാണോ പറയുന്നത്? ആക്ച്വലി അതെ, നിങ്ങളൊരു ആബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ
നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഈ ഫോണ്ട് ഏത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് എത്ര വേണം, ഏതൊക്കെ കളർ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഡൗട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ, ഇപ്പം കൊക്കക്കോള, ഊബർ, സ്വിഗ്ഗി, അല്ലെങ്കിൽ നമ്മുടെ ഇത് കണക്ക് ആപ്പിള്, നമ്മുടെ സാംസങ്, അങ്ങനെയുള്ള അവരുടെയൊക്കെ പോസ്റ്റേഴ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ട് അത് അതേ കണക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൂളാണോ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ടൂൾ എടുത്ത് വെച്ചിട്ട് അത് അതേ കണക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത് നിങ്ങളെ ആക്ച്വൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് കോപ്പി ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത്. ആ ഒരു ടൂളിനെ ഫെമിലിയറൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 10-25 പേരുടെ പേര് കണ്ടില്ലേ, ഇവർ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് എടുത്തോളൂ. ആ ഡിസൈൻസ് എടുത്തിട്ട് അവർ ചെയ്തിരിക്കുന്ന ആ വർക്കുകൾ നോക്കിയിട്ട് അതെടുത്ത് അതേ കണക്ക് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോഷോപ്പ് എന്നുള്ളൊരു ടൂൾ അറിയാമെങ്കിലും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ ടൂളുകൾ മിക്സ് ചെയ്താലാണ് ഒരു എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതാണ്ട് ഇവിടെ ഒരു പോസ്റ്റർ കിടക്കുന്നുണ്ടോ, ഈ ഒരു പോസ്റ്ററിൽ ഇവിടെ ഒരു റെഡ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, അത് രണ്ടും കൂടെ മെർജ് ആയിരിക്കുന്ന ഭാഗത്ത് അവിടെ ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ള റെഡ് ഒരു സംഭവമുണ്ട്. ഈ ഒരു എഫക്റ്റൊക്കെ എങ്ങനെയായിരിക്കും കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ ചുമ്മാ നിങ്ങൾ ആ ഒരു ഡിസൈനിനെ കോപ്പി ചെയ്യുന്ന സമയത്ത് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പോസ്റ്റർ കിടക്കുന്നു, ഈ ഒരു പോസ്റ്ററിൻ്റെ താഴെ സ്പ്രിംഗ് ലോഡെന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട്, വൈ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളവിടെ ചോദിക്കുക. അതായത് ഈ ഡിസൈൻ കോപ്പി ചെയ്യുന്ന നേരത്ത് അതേ കണക്ക് കോപ്പി ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ സ്പ്രിംഗ് ലോഡെന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഇത് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ചെറുതായിട്ട് എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും സ്പ്രിംഗ് ലോഡെന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. എന്നിട്ട് ഈ ഒരു കളർ, സാധാരണ ആപ്പിളിൻ്റെ അതിൽ ഇത്രയും കളേഴ്സ് നമ്മൾ കാണാറില്ലല്ലേ, അപ്പോൾ ഈ ഒരു ലോഗോയിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോൾ അതാണ് കോപ്പി ദ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂസ് ഫ്രീ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ റിസോഴ്സസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പം ഈ ഒരു വെബ്സൈറ്റ് Alternative2.net എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈ പെയ്ഡ് സോഫ്റ്റ്വെയർസിൻ്റെ ഫ്രീ വെർഷൻസ്, അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ വെർഷൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ക്രാക്ക് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെയിം കാറ്റഗറിയിലുള്ള മറ്റ് വെബ്സൈറ്റുകളെ, മറ്റ് സോഫ്റ്റ്വെയർസിനെ അത് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ജിംബ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതേ കണക്ക് അഫിനിറ്റി ഫോട്ടോ എന്ന് പറയുന്നതും അങ്ങനത്തെ നമുക്ക് ഗ്രാഫിക് ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇതൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ്, കണ്ടില്ലേ. അത് കണക്ക് ക്രീറ്റ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, Paint.net ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഒരു റിസൾട്ട് നോക്കിയാൽ മതിയായിരിക്കും. ജിംബ് അല്ലെങ്കിൽ അഫിനിറ്റി ഫോട്ടോസ് തന്നെ നിങ്ങളുടെ ഒരു യൂസിന് പറ്റിയ സംഭവമായിരിക്കും ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പം എല്ലാ കാര്യവും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അപ്പം നമുക്ക് ചില ആസറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് freepik.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചില ടെംപ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ മാക്സിമം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ ബെറ്ററായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഡിസൈനിലുള്ള ബാക്കി എല്ലാ ടൂൾസും എല്ലാം കൂടെ കുറച്ചും കൂടെ ഫെമിലിയർ ആകാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് പോയിട്ട് മതി എന്നുള്ളതാണ് എൻ്റെ സജഷൻ. വാച്ച് ആൻഡ് ലേൺ. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇതേ കണക്ക് ഒരു ആവശ്യം പോലെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു 10-12 യൂട്യൂബേഴ്സ് ഉണ്ട് സ്ഥിരം വാച്ച് ചെയ്യുന്ന. അതായത് അവരെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഡിസൈനിങ് പഠിച്ചത്. ബൈ ദ വേ, ഞാൻ എവിടെയും പോയി കോഴ്സ് പഠിച്ചിട്ടോ അങ്ങനെ ഒന്നും അല്ല ഡിസൈനിങ് പഠിച്ചത്. ഞാൻ സ്വന്തമായിട്ട്
ഈ ഗൂഗിളിലും യൂട്യൂബിലും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പം യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ്. നിങ്ങൾക്കും അത് സാധിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിയ കുറേ പേരുടെ യൂട്യൂബ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ, എന്നിട്ട് അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചേരെ. ഇപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സും വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുന്നവരാണ്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കാണുക. പക്ഷേ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യം ഇല്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സ്വിമ്മിങ്ങിനെ കുറിച്ച് എത്ര യൂട്യൂബിൽ ട്യൂട്ടോറിയൽ കണ്ടാലും ആക്ച്വലി നീന്താൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യമേ വെള്ളത്തിലെടുത്ത് ചാടണം. വെള്ളത്തിൽ ചാടിയാൽ മാത്രമേ നിങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയത്തില്ല. അതേ കണക്ക് തന്നെയാണ് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും. ഡിസൈനിങ് ട്യൂട്ടോറിയലൊക്കെ പഠിക്കുക, ബട്ട് അത് ട്രൈയും കൂടെ ചെയ്ത് നോക്കണം, പ്രാക്ടീസും കൂടെ ചെയ്ത് നോക്കണം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും അത് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ക്രിസ്ഡോ എന്ന് പറയുന്നത് ഈ നടുക്കിരിക്കുന്ന മൊട്ടത്തലയും തൊപ്പിയും വെച്ചോണ്ടിരിക്കുന്നുണ്ടാ, പുള്ളിക്കാരാണ് ക്രിസ്ഡോ. ഇങ്ങനെ നല്ല അടിപൊളി കുറേ സജഷൻസും കാര്യങ്ങളെല്ലാം തരും. അതെല്ലാം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വെറുതെയാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉപയോഗമുള്ളൂ. അതുകൊണ്ട് ഡു പ്രാക്ടീസ് ആൾസോ. വാച്ച് ആൻഡ് ലേൺ മാത്രമല്ല, പ്രാക്ടീസും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എക്സ്പ്ലോർ ദ ഗ്രാഫിക് ഡിസൈൻ ട്രെൻഡ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഡിസൈൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഴയ കാലത്തെ ഈ പത്രങ്ങളിലും അതിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റൈല് കാണുമല്ലേ. അല്ലെങ്കിൽ ഇപ്പം നമ്മളടുത്ത് ഒരാൾ വർക്കിന് വന്നു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് പൂക്കളും കായും ഒക്കെ തോനയും വെച്ചിട്ട് ഡിസൈൻ വേണം എന്നവർ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഡിസൈൻ ട്രെൻഡൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായി ഗൈസ്. അപ്പോൾ ഇപ്പോഴത്തെ ഡിസൈൻ ട്രെൻഡ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണത്. ബിഹാൻസ്, ഡ്രിബിൾ, പിൻട്രസ്റ്റ്, അങ്ങനെയുള്ള കുറേ വെബ്സൈറ്റുകളുണ്ട്. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിലായിരിക്കും ഞാൻ കൊടുത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈസിയാണ്. അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ആൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരുന്നതെല്ലാം ഞാൻ ഇതിന് മുന്നേ നോക്കിയതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകോഗ്നിറ്റോ വിൻഡോ, അതായത് ഷിഫ്റ്റ് കൺട്രോൾ എൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് പറഞ്ഞൊരു സംഭവം വരുമല്ലോ. അതിനകത്ത് ഈ വെബ്സൈറ്റുകളെടുത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ പുതുതായിട്ടുള്ള കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള കുറേ സജഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതിനകത്തു നിന്നുള്ള കുറേ ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ജ്യൂസി ഗ്രേഡിയൻസ് എന്ന് പറയും. അതായത് സ്ലൈറ്റ്ലി ചെറിയൊരു ഗ്രേഡിയൻറ്റ് കളറ്, എന്നിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ. ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിലും ബാക്കിയുള്ള ഡിസൈൻസ് എല്ലാം ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതുതായിട്ടുള്ള ഡിസൈൻ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വെബ്സൈറ്റുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ റിസോഴ്സസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉറപ്പായിട്ടും കൊടുത്തിരിക്കാം. അടുത്തതെന്ന് പറയുന്നത് ഫൈൻഡ് എ നിഷ് ആൻഡ് ട്രൈ സംതിങ് ന്യൂ. രണ്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കുറച്ചും കൂടെ അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ബ്രാൻഡിങ്, അതായത് ലോഗോ ഡിസൈനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്കിഷ്ടം. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് ബ്രാൻഡിങ്, ഗ്രാഫിക് ഡിസൈനിൽ തന്നെ ഒത്തിരി ഡിവിഷൻസ് ഉള്ളതിൽ ഒരു ഡിവിഷൻ മാത്രമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ് ഉണ്ട്, സ്റ്റേഷനറി ഡിസൈൻസ് ഉണ്ട്, അതെല്ലാം അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഇൻഫോഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് UI ഡിസൈൻസ് ചെയ്യാൻ പറ്റും, പോസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓരോ സബ് കാറ്റഗറീസാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ബ്രാൻഡിങ്ങിൽ തന്നെ അതിൽ തന്നെ പിന്നെയും കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള കമ്പനികൾക്ക് മാത്രം വേണ്ടിയിട്ട് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, മറ്റ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ലോഗോ ഡിസൈനിങ്, അല്ലെങ്കിൽ തംബ്നെയിൽ ഡിസൈനിങ്, അവരുടെ കവർ പിക്ചർ, അങ്ങനെ ഏതെങ്കിലും ഒരു നീഷിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെക്ഷനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറൽ പ്രാക്ടീഷ്യൻ ഡോക്ടേഴ്സിൽ, അതായത് എല്ലാ രോഗത്തിനും മരുന്ന് കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കുള്ള സാലറി എന്ന് പറയുന്നത് ഒരു 1 lakh 2 lakh ആ റേഞ്ചിലൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഒരു
ഏതെങ്കിലും ഒരു ഹാർട്ട് സർജൻ അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സർജനൊക്കെ കാണും. പുള്ളിക്കാരനൊക്കെ 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം കോടികൾ, അങ്ങനെ ന്യൂറോ സർജനൊക്കെ പോയി കഴിഞ്ഞാൽ കോടികളൊക്കെ ശമ്പളം മേടിക്കുന്ന സർജൻസ് ഉണ്ട്. അതേ കണക്ക് തന്നെയാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റും അതേ കണക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് ഓരോരോ ട്യൂട്ടോറിയൽ സംസാരിക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ബിഹൈൻഡ് ദ സീൻസ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്തെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവലിൽ മാത്രം നിൽക്കാനും പാടില്ല. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രാൻഡിങ്ങിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാത്തിനെയും കുറിച്ചും ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്ലെയിനർ വീഡിയോ ക്രിയേഷൻ, ആനിമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ട് വെബ്സൈറ്റ് UI ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഫോളോ അതർ ഡിസൈനേഴ്സ്, ട്രെൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലായിരുന്ന കുറച്ച് പേരുകളൊക്കെ കണ്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, വേൾഡ് ബ്രാൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആൾറെഡി ഫോളോ ചെയ്യുന്നതാണ്. അതേ കണക്ക് നമ്മൾ നേരത്തെ ക്രിസ് ഡോയുടെ കാര്യം പറഞ്ഞല്ലേ, ക്രിസ് ഡോ ഇതിനകത്തുണ്ടോ? ഉണ്ട്. ക്രിസ് ഡോ, ആ ആളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇൻസ്പിറേഷനായിട്ടും അല്ലെങ്കിൽ ടിപ്സായിട്ടും അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കുകൾ കാണാനുള്ളൊരു സംഭവം, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അല്ലേ. പുതിയ ഡിസൈൻ ട്രെൻഡ് വരാൻ നേരത്ത് നമ്മുടെ മൈൻഡിലേക്ക് അതെല്ലാം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയൊരു ക്ലയൻറ്റ് വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ട്, ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ നേരത്ത് നമ്മുടെ ആ മൈൻഡിൽ ആൾറെഡി കുറേ ഐഡിയാസ് കിടപ്പുണ്ട്. നമ്മളിത് കണക്ക് സെർച്ച് ചെയ്ത് അവരെല്ലാം ചെയ്ത ഒത്തിരി ഡിസൈൻസ് നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് എടുത്ത് അസംബിൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതെൻ്റെ മൈൻഡിൽ ഞാൻ ആൾറെഡി കണ്ടതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ആൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റൈൽ വെച്ചിട്ട് എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ കോപ്പി അല്ല ചെയ്യേണ്ടത്, ഇൻസ്പയർ ആണ്. അത് ഒരു ഫൈൻ ലൈനാണ് ആക്ച്വലി. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഒരു എൻ്റെ മൈൻഡിലുണ്ട്, ഞാൻ ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് അതേ കണക്ക് കോപ്പി ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇപ്പോൾ ഒരു ഇല്ലുസ്ട്രേഷൻ എടുത്ത് താഴെ ഇട്ടിട്ട് മുകളിലൊരു ബ്ലാക്ക് വരയൊക്കെ വരച്ച് എന്നിട്ട് അതിനകത്ത് ഓറഞ്ച് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പിയാണ്. അതിന് പകരം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇല്ലുസ്ട്രേഷനും ടെക്സ്റ്റും തമ്മിലുള്ളൊരു കൊളാബ്രിക്കേഷൻ, അങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ക്ലയൻസിന് എന്ത് ആണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട സംഭവം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള 8 പോയിന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്ത് വലുതായിട്ട് ശീലമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പപ്പയൊക്കെ പറഞ്ഞു കാണും. ഇഗ്നോർ പ്ലീസ്. നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ ഫേമസ് ആയിട്ടുള്ള കുറേ ഡിസൈനേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്, കമൻറ്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. അപ്പോൾ എനിക്കും കൂടെ ഒരു ഉപയോഗമോ അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനറിനെ ചിലപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് വഴി എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദയവേദി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി ഒരു പാഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഡിസൈനിങ്ങിനോട്ട് ഒരു പാഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ആ ഒരു പാഷൻ അല്ലെങ്കിൽ സ്കില്ലിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ നമ്മൾ പോകുന്നത്. അതായത് ഡിസൈനിങ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സാലറി നമുക്ക് ഒപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നല്ലൊരു മന്ത്ലി ഇൻകം ഒപ്പിച്ചാൽ മാത്രമേ നമുക്കത് സസ്റ്റെയിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനർ ഒരു സംഭവം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ദിസ് ഈസ് അരുൺ. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് അല്ലെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ഫ്രം Design.TwinSkills.